ഡേ ഞാൻ പറഞ്ഞ നീ കയറടേ. ആ ഈ ഒരു 5000 രൂപ എടു. അത് ഞാൻ ബാക്കി ഉണ്ടാക്കിക്കോളാം. എടാ അതാ ഞാൻ ഇഞ്ചിനെ ഒപ്പിക്കാന്നേ. നീ ഫോണിൽ അയച്ചു തന്നാൽ മതി. ഡേ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിലേ പണി വരുമ്പോൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ. ആ ശരിടാ. ഓക്കെ ഓക്കെ ശരി ശരി. നീലു ഈ 3-ാം തീയതി ചിട്ടിയിടുമ്പോഴേ 4-ാം തീയതി അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ? 3-ാം തീയതി ചിട്ടിയിടുമ്പോൾ 4-ാം തീയതി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൈസ തരുമോ? ഇത് എത്ര പ്രാവശ്യം ഞാൻ പറയണം? പക്ഷെ കുടിശ്ശിക തീർക്കണമല്ലോ. കുടിശ്ശിക തീർക്കണം. പക്ഷെ ഞാൻ ഒരു കാര്യം ആലോചിക്കാനേ. എന്ത് കാര്യം? ചിട്ടി പിടിക്കണ ആരേ? അത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ കാശ് തരാന്ന്. എന്റെ കൊച്ചു നീല എത്ര പ്രാവശ്യം പറഞ്ഞ കാശ് വേണ്ടെന്ന്. പിന്നെ അതിന് കാശ് തുറന്നതിന് എന്തോന്നാ ഒരു പുത്തമ്മണക്കാരി ആദ്യം കൊണ്ടുവന്നു. ചിട്ടി പിടിക്കണ വേണ്ടേ പറ. പിന്നെ ചിട്ടി പിടിക്കണ്ടേ? വേണം. പക്ഷേ കുടിശ്ശിക അടക്കേണ്ടി പ്രശ്നമാണ്. അത് ഞാൻ അടയ്ക്കാം. നീ അടയ്ക്കുന്നതിനിടെ കൂടെ കയറി പറഞ്ഞത്. നീ എന്തിനാ അടയ്ക്കണത്? പൈസ കുടിശ്ശിക കൂടെ അടയ്ക്കാം. ഞാൻ 2 മാസത്തെ കുടിശ്ശിക ഞാൻ അടയ്ക്കാം. പിന്നെ അച്ഛൻ അടയ്ക്കാതെ കുഴപ്പമെന്താ? അച്ഛൻ അടയ്ക്കാം. ഇത് പതിവില്ലാതെ എന്ത് ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ കാര്യമല്ലേ? ചെയ്യണ്ടേ? അച്ഛനടുത്ത് ചെയ്യണ്ടേ? 20,000 എടുക്കാനുണ്ടോ? 20,000 ഉണ്ടായിട്ടാണ് പറഞ്ഞത് അടയ്ക്കാന്ന്. പിന്നെ 20,000 വാങ്ങി വലിച്ചെടുക്കും. എൻ്റെ ഉണ്ട് പൈസ. അതിലെ പറഞ്ഞത്. എന്ത് പറയണത്? അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് ഞാൻ വേണ്ടെന്ന് പറയില്ല, ചെയ്തോളൂ. ശരി. ഞാൻ മൊത്തം പറഞ്ഞില്ല. പറഞ്ഞു തരത്തില്ല. അല്ല അതെ, എനിക്കിപ്പോ ഈ ചെറിയ ചെറിയ വർക്കുകളൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നാട്ടുകാർ സത്യം എന്നെ വിളിക്കുന്നത് എഞ്ചിനീയർ എന്നാണ് വിളിക്കാനുള്ള കാരണമുണ്ട്. കാരണം എഞ്ചിനീയർ എപ്പോഴും നടക്കുക അഭിപ്രായങ്ങൾ പറയാൻ ഞാനില്ലടേ. പിന്നെ കാണാനും തീരെ മോശം എഞ്ചിനീയർ ലുക്കാണല്ലോ. പിന്നെ അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അതാണ് എന്റെ അച്ഛാ ആദ്യം മാറ്ററിലോട്ട് വാ. കാര്യം എന്താ? അതെ, വലിച്ചിട്ടാതെ കാര്യം പറ. പെട്ടെന്നോട്ടൊന്നും നമ്മളെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിലേ വർക്കുകൾ വരുമ്പോൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അച്ഛൻ ഏറ്റെടുത്ത് ചെയ്യിച്ചതിനിപ്പോ എന്തോന്നത്? കയ്യിൽ കാശ് വേണ്ടേ? കയ്യിൽ കാശുണ്ടെങ്കിൽ ചെറിയ ചെറിയ വർക്കുകൾ പിടിച്ച് ചെയ്യാൻ പറ്റൂ. കയ്യിൽ കാശില്ലാത്ത എത്ര വർക്ക് പോയെന്നറിയാമോ? അല്ല അച്ഛാ, അച്ഛൻ ഈ എഞ്ചിനീയറുടെ വർക്ക് ചെയ്യുമല്ലേ, അപ്പൊ എങ്ങനെ പുറത്തത്തെ വർക്ക് വേറെ ചെയ്യാൻ പോണേ? അത് ഞാൻ പണിക്കാരായിപ്പിക്കും. അല്ലെങ്കിൽ ഞാൻ സൂപ്പർവൈസറായിട്ട് നമ്മളെ നവാസിനെ നിർത്തും. ഈ അച്ഛന് സൂപ്പർവൈസറോ? എന്താണോ? സൂപ്പർവൈസറോ? അല്ല, നിങ്ങൾ ഈ വർക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണോന്നേ? ഞാൻ എന്ത് വിളിക്കണേ? ഞാൻ ചിട്ടി അടയ്ക്കാനുള്ള 2 മാസത്തെ ചിട്ടി അടയ്ക്കാനുള്ള കാശ് തരും. നീ ആ ചിട്ടി വിടണ ഒരു 3 ലക്ഷം രൂപ താ. കുറച്ച് പണിയുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി ഞാൻ കുടിശ്ശികടയ്ക്കാന്ന് പറഞ്ഞു. മൊത്തം കേട്ടില്ല, ചുമ്മാ അങ്ങ് പോകും. ഞാൻ പറഞ്ഞ് മനസ്സിലായെനിക്ക്. നിങ്ങൾ ആദ്യം എന്നെ വിളിച്ചപ്പോൾ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായിരുന്നു. ഇപ്പൊ പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായ. പൈസ തരേ. പൈസ കൊണ്ട് തരണ്ടേ? വർക്ക് കിട്ടുമെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങൾ അടയ്ക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും അല്ലല്ലോ. വർക്ക് ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എന്നെ വായിന്ന് വരും കേൾക്കണ്ട മിണ്ടാതിരുന്നോ? ഞാൻ ഒരു കാര്യം പറയാം. ആ 3 ലക്ഷം രൂപ എങ്ങനെ അച്ഛനയിൽ കൊടുത്താൽ ഞാൻ പോക്കാണ്. ശരിയാട്ടോ അമ്മ. ആ വർക്കും പിടിച്ച് അത് നശിപ്പിച്ച് ആ കാശും കൊണ്ടേ കളഞ്ഞ് അവസാനം അമ്മ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പതുക്കെ പറയട്ടാ. കേട്ടോ വന്നാ പിന്നെ അത് മതി ഇന്നത്തെ വിഷയം. നീ ഒന്നും കാണിക്കുന്നത് ശരിയല്ല. ഒരാളെ സംസാരിച്ച് അതിന്റെ മൂർധന്യാവസ്ഥ എത്തുമ്പോ തള്ളേ മക്കൾ കൂടെ വലിച്ചു കളയുക. ഇത് പരിഹസനത്തിന് തുല്യമാണ്. അത് അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ചിട്ടിന്ന് 3 ലക്ഷം കിട്ടി, അതിൽ നിന്ന് ഒരു വർക്ക് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ലാഭം കൊയ്ക്കണ ഒരാള്. ചിട്ടിക്കേസാണോ? അച്ഛാ, അച്ഛന് തന്നെ അറിയാം അച്ഛൻ ഈ പറയുന്ന കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നൊരു കാര്യമാണ്. പിന്നെ എന്തിനീ പറയുന്നേ? അല്ല, അച്ഛൻ പറയുന്നത് ചിലപ്പം വർക്കൗട്ട് ആവുന്ന കേസ് ആയിരിക്കും. പക്ഷെ അതിന്റെ വിജയ ശതമാനം അത്ര നമുക്ക് പറയാൻ പറ്റില്ല. കൊള്ളാം. മാലപ്പട പോലെ ഓരോ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അമിട്ട് ഒരെണ്ണം കഴിച്ചപ്പാക്കാം ആടുന്നു. നീലേ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 3 ലക്ഷം രൂപ 6 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് തിരിച്ചു തരും. ഇത് എത്ര വർഷം കൊണ്ട് ഞാൻ കേൾക്കണ? വെറുതെ എന്തിനാ ഞാൻ റിസ്ക് എടുക്കണേ? 20,000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും മറിച്ച് അടച്ചോളാം. ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലും മറിച്ച് നീ എന്തിനാണ് അടയ്ക്കുന്നത്? നീ എനിക്ക് പൈസ താ. ആടെ ജോലി കിട്ടുമ്പോൾ അതിന്റെ ലാഭം നിനക്ക് തരാം. മാസാമാസം ഞാൻ പറഞ്ഞ വേണ്ടി മാസാമാസം നിനക്ക് ചിട്ടിക്ക് അടക്കാനും ഞാൻ 10,000 വെച്ച് തരാം. പോരെ? ഇത്ര നല്ല ഓഫർ ആര് തരും? പറ, ആരോട് കൂടെ ഇത്ര നല്ല ഓഫർ? എല്ലാം വാഗ്ദാനങ്ങളാണല്ലോ അച്ഛാ. കൊച്ചേ, നീ ഉണ്ടായിരുന്നോ? എവിടെ ഈ ഒറ്റ സ്വഭാവം കൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ട ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു. അച്ഛാ, ഈ കേസ് വിടച്ചാ ഇപ്പൊ ഈ ചിട്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ആശയം അച്ഛന്റെ മനസ്സിൽ തോന്നിയത്. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ലെന്ന് അച്ഛനെ വിചാരിച്ചാൽ പോരെ, പ്രശ്നം തീർന്നല്ല. അതന്നെ, അതുകൊണ്ട് അച്ഛൻ സമാധാനത്തോടെ പൊക്കും. പോവാ. ഇല്ലെങ്കിൽ ഈ ചർച്ച എടുക്കണമെന്ന് പിരിമുറുകി അവസാനം ഒരു കലഹം. വെറുതെ എന്തിനാ അതിനൊക്കെ? വാ. സമ്മതിച്ചടേ, ഞാൻ പോരടേ. നിങ്ങളെ പാടായി. നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് ഇവിടെ കാര്യം നടക്കണത്. എനിക്കിത് വേണം.
10,000 കൈ കിട്ടുമ്പോൾ തള്ളാക്കി മക്കൾക്ക് വേണ്ടി ഡ്രസ്സുകളും കടപ്പലാരങ്ങളും വാങ്ങിച്ച് എല്ലാം കൊടുത്ത് ഊട്ടി ഈ ഗതിയായി. എൻ്റെ അമ്മ പറയുമായിരുന്നു, എടാ നീ ഭാര്യയ്ക്ക് മക്കൾക്ക് ചെലവാക്കണമ്പോൾ നീ ഒരു 5 ലക്ഷം നീ മാറ്റി ഇടറാ നിനക്ക് വേണ്ടി. നാളെ ഒരു കാര്യത്തിൽ എവിടത്തേക്കും നിന്നെ നോക്കൂല തള്ള മക്കളും. അല്ലെ നിന്റെ കാര്യം വഴിയാതാറായിപ്പോ. ഞാൻ കേട്ടില്ല. തേളിനെ പോലെ സ്വയം കുത്തി ചാവാറാണ് എൻ്റെ വിധി. ഇത്രേ ഉള്ളൂ. അയക്കോ, എന്തുകൊണ്ട് അയക്കോ. അമ്മ പാവം തോന്നുന്നമ്മ. അത് തന്നെ, ആ കാശ് കൊടുത്തേരേന്നേ. അമ്മ ആ ചിട്ടി അച്ഛന് കൊടുത്തേ. 3 ലക്ഷം രൂപ അല്ലേ? അല്ലമ്മ, ഇതുകൊണ്ട് അച്ഛനൊക്കെ നന്നായാലോ ചിലപ്പോ. വാ